എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതത്തിന്റെ അളകന്തയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഈ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടു. നന്ദൂട്ടിന് അവസാന സത്യങ്ങളൊക്കെ മനസ്സിലാവാണ്. അല്ല അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുമോനും സഹിച്ചില്ല. കാരണം ഇത്രയും കാലം ആ കുഞ്ഞു മനസ്സിൽ തന്റെ അച്ഛനും അമ്മയും ഗൗതവും പിങ്കിയാന്ന് ഓർത്തിരുന്ന അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. പിന്നീട് നന്ദൂട്ടം മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പിങ്കി ആണെങ്കിലോ അലറക്കറിഞ്ഞുകൊണ്ട് കഥകയെ പോയി മുട്ടുന്നുണ്ട്. പക്ഷെ നന്ദൂട്ടം തുറക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ലക്ഷ്മിയമ്മയ്ക്കും അരുന്ധതിക്കും ഒക്കെ അതൊക്കെ വലിയൊരു ഷോക്കായിരുന്നു. അവരും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ പറയുന്ന അരുന്ധതിയൊക്കെ നന്ദുമനെ തലയിൽ എന്ന പോലെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നേ. അപ്പൊ പിഞ്ചു കുഞ്ഞിനോട് നന്ദി ആ ക്രൂരത ചെയ്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ നന്ദയോട് അവർ ചെയ്ത എന്താന്നുള്ള കാര്യം അവർ ഓർക്കുന്നില്ല. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദൂട്ടിനെ വേദനിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിട്ടുകൂടാ, അവൾക്ക് തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ അരുന്ധതി പറയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, അതിന് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ നന്ദൂട്ടിനെ നോക്കിയാൽ മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് അവന്റെ രക്ഷയാ നോക്കണ്ടേ. ഒരു പക്ഷേങ്കില് പിങ്കിയും ഗൗതമും അവന്റെ ആരും അല്ലെന്ന് അറിയുന്ന ഒരു നിമിഷം ഈ കുടുംബത്തിലെ ആരും അവന്റെ അല്ലെന്നുള്ള നിമിഷം അവന്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട്. അതാണ് അവന് മുറിയിൽ കയറി കഥ അടച്ചിരിക്കുന്നത്. അങ്ങനെ അരുന്ധതിയൊക്കെ വന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവന് ആ ബാത്റൂമിൽ നിന്ന് പുറത്തിറക്കാനായിട്ട്. പക്ഷെ നന്ദൂട്ടൻ ബാത്റൂമിനകത്ത് കഥ അടച്ചിരുന്നുള്ളൂ. അവസാനം ഗൗതം വന്ന് കെഞ്ചി പറയണം, മോനെ നീ ഒന്ന് കഥ തുറക്കടാ, ഈ പപ്പ അല്ല പറയണമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, ഞാൻ കഥ തുറക്കില്ല എന്ന് പറയണ. പിന്നീട് പിങ്കിയും കടന്ന് കരയുവാണ്. ഒടുവില് നന്ദൂട്ടൻ കഥ തുറന്നിറങ്ങി വരുവാണ്. നന്ദുവിന് വിഷമമായി. പിന്നീട് അരുന്ധതി ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും എല്ലാരും നന്ദുവിനെ ചേർത്ത് പിടിച്ചിട്ട് നീ ഇന്ത്യവരത്തിന്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ ഒരു കരട് കയറി. പിന്നെ കുഞ്ഞു മനസ്സല്ലേ, പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി ആ വിഷമങ്ങളും വേദനകളും അങ്ങോട്ട് മാഞ്ഞു പോയല്ലോ. അപ്പൊ നന്ദുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ഗൗതമൊക്കെ മാക്സിമം ശ്രമിക്കുകയാണ്. അവന്റെ മനസ്സിൽ ഇനി ഒരു കാരണവശാലും ഒരു ചെറിയ വേദന പോലും ഉണ്ടായിക്കൂടാ. അവന് ഈ ഇന്ത്യവരത്തിൽ ആരും അല്ലെന്ന് അവനൊരു തോന്നൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അവനെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ അവനെ തങ്ക് തിരികെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുക. പക്ഷേങ്കിൽ ഗൗതം ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാരണവശാലും ഇനി ആ നന്ദയുമായിട്ട് കൂട്ടുകെട്ട് പാടില്ലാന്ന്. പക്ഷെ പിങ്കി സംഭവിച്ചില്ല. കാരണം നന്ദയാണ് ഇപ്പൊ അവന്റെ കാല് ചികിത്സിച്ച് ഭേദമാക്കുന്നേ. അവനെ അങ്ങോട്ട് വിട്ടില്ലെങ്കിൽ അവന്റെ കാല് ചികിത്സിക്കാനായിട്ട് പറ്റില്ല. അവന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അത് മാത്രമല്ല നന്ദോട്ടന് അവിടെ പോകാതിരിക്കാനും പറ്റില്ല. എത്രയെന്ന് വെച്ചാ അവനാണെങ്കിൽ അവിടെ ചെന്ന ഒരു സമാധാനം ആവത്തുള്ളൂ. ഗൗരിമോളെ നന്ദ ഡോക്ടറെ കണ്ടാലോ അവനൊരു സന്തോഷം ആവുള്ളൂ. പിന്നീട് നന്ദുവിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നന്ദുവിന്റെ വാശി പ്രകാരം വീണ്ടും നന്ദയുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നന്ദയ്ക്കാണെങ്കിൽ നന്ദുവിനെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. താൻ കാരണം ഈ പിഞ്ചു മനസ്സ് വേദനിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് നന്ദ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെ, മോന്റെ പപ്പായും അമ്മയും അല്ലെങ്കിലും അത് മോനെ പൊന്നുപോലെയല്ല അവര് നോക്കണത്. അതുകൊണ്ട് മോനെ ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ മോന് ഞങ്ങൾ എല്ലാരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നന്ദയും ഗൗരിയും ഒക്കെ പറഞ്ഞാൽ പിന്നെ നന്ദോട്ടിന് വേറൊരു ഇതില്ല. നന്ദോട്ടിന് അവരെ അത്രയ്ക്ക് കാര്യമാണ്, അത്രയ്ക്ക് വിശ്വാസമാണ് താനും. അങ്ങനെ പഴയതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് മഞ്ജുള മാഡം അപ്പൊ അവരുടെ മോനെയാണ് നന്ദ ഇല്ലാതാക്കിയെന്നൊരു ചിന്ത അവർ ഉണ്ടായിരുന്നു. അവരുടെ മോന്റെ കയ്യിലിരിപ്പുണ്ടാ മഞ്ജുളയുടെ മോൻ നവീന്റെ. അവൻ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലാവുകയും ചെയ്തു. പിന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്ത് കഴിഞ്ഞപ്പം നന്ദ മൊഴി കൊടുത്തു. അത് കൊടുക്കേണ്ട മൊഴി ഡോക്ടറുടെ കടമയാണ് ചെയ്തത്. പക്ഷെങ്കിൽ അതിന്റെ പേരില് നന്ദയെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. തന്റെ മോൻ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത് ജയിലിൽ വെച്ച് നന്ദ ഡോക്ടർ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നന്ദേനെ അങ്ങനെ വിളിക്കുകയാണ്. നന്ദനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണ്. നന്ദയോട് പറഞ്ഞു, നീ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും നിന്നെ ഞാൻ വന്ന് പൊക്കൂടി, എനിക്കറിയാം നീ എവിടെയാ ഉള്ളതെന്നൊക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം, നമുക്ക് നേരിട്ട് കാണാന്ന് പറയണം. നന്ദയും വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. നന്ദ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ നിങ്ങളുടെ മാൻ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ നേർക്ക് വിരല് ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാന്ന് പറയണം. പിന്നീട് നിർമ്മല വന്നു കഴിഞ്ഞപ്പം നന്ദ ഈ കാര്യങ്ങളൊക്കെ നിർമ്മലിനോടും പറയാണ്. പക്ഷെ നിർമ്മല ടെൻഷൻ ഉണ്ടായിരുന്നു. നിർമ്മലോട് സൂക്ഷിക്കണം നന്ദ, അവരെന്തും ചെയ്യാൻ മടിയില്ലാത്ത സ്ത്രീയാണ്. അവര് മിക്കവാറും നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. പോരാത്തേന് നിന്നെ മാത്രമല്ല ഗൗരിമോളെ അവർ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗൗരിമോൾക്ക് ആപത്ത് സംഭവിക്കും. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്ന നല്ലതെന്ന് പറയണം. അല്ലെ പോലീസിൽ അറിയിക്കാം, ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയണം. നന്ദ പറഞ്ഞു, വരട്ടെ, അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവര് പേടിച്ചോടിയിട്ട് കാര്യമില്ല. ഞാൻ തെറ്റൊന്നും ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു പോലീസുകാരന്റെ മോളല്ലേ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വേണ്ട ചിന്തിക്കാനായിട്ട്. അല്ലാതെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ഓടി ഒളിക്കുമല്ലോ ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ നന്ദ പറയാണ്. നിർമ്മല പറഞ്ഞു, പേടിക്കേണ്ട, എന്തു ആവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ സെക്കൻഡില്
ഞാൻ ഓടിയെത്തയ്ക്ക, ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയാലും ഞാനും ഒരു വീടെടുത്ത് താമസിക്കാന്ന് പറയണം. ഓടിയെത്തണമെങ്കിൽ ആളടുത്ത് വേണമല്ലോ. ഇത് കേട്ട നന്ദ പറഞ്ഞേ, അത് വേണ്ട നിർമ്മലിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അതൊന്നും കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് നിർമ്മൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാലും നന്ദയുടെ മനസ്സിലെ ഗൗരിമോളെ കുറിച്ചായിരുന്നു ടെൻഷൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുവോ? അറിഞ്ഞിടത്തോളം മഞ്ജുള അത്ര വെടിപ്പായിട്ടുള്ള സ്ത്രീയല്ല. അവരെന്തിനും എന്തിനും ചെയ്യാൻ മടിയില്ലാത്ത സ്ത്രീയാണ്. കാരണം അവരുടെ കൂടെ കുറച്ച് ഗുണ്ടകളും ഉണ്ട്. അവന്മാരും വെറുതെ ഇരിക്കില്ല. ഇതിനു മുമ്പ് ഗൗരിമോളെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചാണ്. ആ ചിന്തയൊക്കെ മനസ്സിലുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ തന്നെ നന്ദ തീരുമാനിക്കുകയാണ്. പിന്നീട് മഞ്ജുള എന്ത് ചെയ്യണം, നന്ദനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുവാണ്. അങ്ങനെ ശാന്തിപുരത്തിൽ നിന്ന് അവൾ എങ്ങോട്ടാ പോയെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന തിരുവനന്തപുരത്തിന് എന്തിനാ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ്. അങ്ങനെ അറിഞ്ഞ കൂട്ടത്തില് നന്ദയുടെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് അറിയുവാണ്. നന്ദ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒക്കെ. അപ്പോഴാണ് ഇന്ത്യവരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണേ. പിന്നീട് ഇന്ത്യവരത്തെ നന്ദയെ കേട്ടില്ലാന്നും ഗൗതം വീണ്ടും കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് മാക്സിമം പ്രയോജനപ്പെടുത്താൻ തന്നെ മഞ്ജുള തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മഞ്ജുള എന്ത് ചെയ്യുവാണ്, നേരെ ഇന്ത്യവരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യവരത്തിലാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ട് വരുന്നുള്ളൂ. നന്ദുമന്റെ മനസ്സിലെ ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വന്നു. ആ സമയം പവിത്രയാണെങ്കിൽ പെട്ട അവസ്ഥയിൽ തന്നെയാണ്. പവിത്രനെ മാക്സിമം പിഴിയുന്നുണ്ട് കനകമ്മ. കാരണം കിട്ടുന്ന പൈസയെല്ലാം പവിത്ര കനകമ്മയ്ക്ക് കൊടുക്കുകയാണ്. കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വ്യാജ ഗർഭനാടകമല്ലേ കളിച്ചോണ്ടിരിക്കുന്നത്. എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്നു. അത് മാത്രമല്ല, തനിക്ക് ഇപ്പൊ കിട്ടുന്ന സുഖ സൗകര്യമൊക്കെ അതോടുകൂടി തീർന്നു പോകും. താനീ വീട് വിട്ട് ഇറങ്ങേണ്ട വരുമെന്ന് പവിത്രയ്ക്കറിയാം. അതുകൊണ്ട് എങ്ങനെയാലും കനകമ്മേനെ സോപ്പിട്ട് നിൽക്കണം. അതായിരുന്നു പവിത്രയുടെ ഉള്ളിലെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് പവിത്ര പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട്. ആ സമയം അത് മാക്സിമം വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കനകമ്മ. മോഹിനിയാണെങ്കിലോ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇതൊന്നും അറിയത്തില്ലാതെ പവിത്രയോടൊപ്പം ചേർന്ന് തുള്ളുവാണ്. മോഹിനിക്ക് അതിന്റെ ആവശ്യമുണ്ട്. കാരണം അവരുടെ മനസ്സ് ശരിയല്ല. കുശുമ്പും കുന്നായ്മയും കൊണ്ടായിരിക്കണേ. ഇപ്പോഴാണെങ്കിലും നന്ദയോടെ ഏറ്റവും കൂടുതൽ വൈരാഗ്യം ഈ പറയുന്ന മോഹിനിക്കും അരുന്ധതിക്കും ഒക്കെയാണ്. കൂടെ ആ ലക്ഷ്മി അമ്മേനെ കൂടെ ചേർത്തിട്ടുണ്ട്. ലക്ഷ്മി അമ്മയുടെ സ്വഭാവം പണ്ടൊക്കെ നല്ലതായിരുന്നെങ്കിലും ഇപ്പൊ ലക്ഷ്മി അമ്മയ്ക്ക് നന്ദനെ കാണുന്ന തന്നെ ചവിത്താൻ കുരിശ് കാണുന്ന പോലെ അത്രയ്ക്ക് ശത്രുതയാണ് നന്ദയോട് തോന്നുന്നത് പോലും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഞ്ജുള അങ്ങോട്ട് ആ ബോംബിടാനായിട്ട് എത്തുന്നത്. അങ്ങനെ മഞ്ജുള വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുവാണ്. ഞാൻ മുമ്പ് ശാന്തിപുരത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുക. അല്ല, ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി വന്നത്. അവൾ എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കടന്നു കളഞ്ഞേ. അപ്പം അവളെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഈ ഇന്ത്യവരത്തിന്റെ മരുമോളതൊക്കെയാണ് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അവളെ വേണം, അവളെ കൊണ്ട് ഞാൻ പോളെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോത്തിന് തോന്നി നന്ദയെക്കുറിച്ചാണ്. പിന്നീട് നന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവള് കാരണം എന്റെ കുടുംബം നശിച്ചു പോയെന്നൊക്കെ. പക്ഷേങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറയുന്നില്ല. കാരണം തന്റെ മോനൊരു തെറ്റും ചെയ്യാതെ ആണ് അവൾ ക്രൂശിച്ചെന്നൊക്കെ. അവൻ അങ്ങനെ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്നവനായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യവരത്തിലുള്ള എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. നന്ദ ഇങ്ങനെ ചെയ്തല്ലോ. അല്ലെങ്കിൽ തന്നെ നന്ദനെ കുറിച്ച് അവർക്ക് ഇപ്പൊ ഒരു ഇഷ്ടമില്ലായിരുന്ന സമയം ആയിരുന്നാലും ആ സമയത്താണ് മഞ്ജുളയുടെ വരവും. പിന്നീട് മഞ്ജുള പറഞ്ഞു, അവളെ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്, അവിടെ പലരും വന്നു പോകാറുണ്ട്. നാട്ടുകാർക്കൊക്കെ അവളോട് എതിർപ്പാണ്, അവളോടും ആ പെണ്ണിനോടും. ആ പെണ്ണാണെങ്കിലോ ആരുടെ കുഞ്ഞാന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവളെ വെച്ചോണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട് എന്ന് പറയാണ്. അത് പുതിയൊരു അറിവായിരുന്നു അരുന്ധതിക്കൊക്കെ. ആരാ എന്താണെന്നും അറിയത്തില്ല. നന്ദയുടെ ഭർത്താവ് ആരാന്നുള്ള കാര്യം അരുന്ധതിക്ക് ലക്ഷ്മിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് പറഞ്ഞു, അവളുടെ ഭർത്താവ് ആരാന്നും അറിയത്തില്ല, അവളുടെ കൂടെ ഒരു കുഞ്ഞുണ്ട്. പക്ഷേങ്കില് അവളുടെ അടുത്ത് എപ്പോഴും വരുന്ന ഒരുത്തനുണ്ട്, പതിവായിട്ട് വരുന്നേ. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇവനാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നിർമ്മലിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതിക്കൊക്കെ ഞെട്ടലുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഇവനാണ് ആള്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നന്ദ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇവനോടൊപ്പം ജീവിക്കാനാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നിങ്ങളെല്ലാം വഞ്ചിക്കും അവള് ചെയ്തേ. ശരിക്കും പറഞ്ഞ ഇവനോടൊപ്പം ജീവിക്കാനായിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നു കളഞ്ഞില്ലേ, അതേ അവസ്ഥ തന്നെ എനിക്കും വന്നേന്നൊക്കെ പറഞ്ഞിട്ട് എരിപരി കയറ്റി കൊടുക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനൊരു കാര്യം മനസ്സിലായി. നന്ദ തന്നെ ചതിക്കുമായിരുന്ന ഒരു തോന്നല് വരുവാണ്. പിന്നീട് അവര് മഞ്ജുള അങ്ങോട്ട് പോവാ. ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല, എന്റെ കൈ കിട്ടും, ഞാൻ അവളെ ശരിയാക്കും എന്നൊക്കെ പറയണം. അരുന്ധതി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തരാന്ന് പറയാണ്. അങ്ങനെ മഞ്ജുള അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി വന്നിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമല്ലോ ഗൗതം, നീ എന്തായിരുന്നു പറഞ്ഞേ, നിന്റെ ഭാര്യ വലിയ പവിത്രയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടോ ഇപ്പോഴെങ്ങനെയുണ്ട്, പതിവ്രതയൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയും വന്നിട്ട് പറഞ്ഞു, ഗൗതം ഇപ്പൊ തോന്നില്ല ഗൗതത്തിനൊന്നും വേണ്ടായിരുന്നു. പണ്ട് ഗൗതം എന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് ഗൗതത്തിന് തോന്നി നന്ദയായിരുന്നു നല്ലതെന്ന്. പിന്നീട് നന്ദയുടെ കഴുത്തിൽ താലി അടത്തി. എന്നിട്ടോ
കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ഉപേക്ഷിച്ച് വേറൊരുത്തന്റെ കൂടി പോയി. ആ നിർമ്മലിന്റെ ഒപ്പം ജീവിക്കാനായിരുന്നു അവള് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതത്തിന്റെ മനസ്സിലേക്ക് എരിപരി കയറ്റി വിടുവാണ്. ഗൗതത്തിന് എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സമനില എത്തുന്നവർ തോന്നി. തന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം അവളെ കൊണ്ട് കൊന്നു കളഞ്ഞാണ് നിർമ്മലിനോടൊപ്പം ജീവിക്കാനായിട്ട്. എന്നിട്ടോ അവളൊരു കുഞ്ഞിനെ ദത്തെടുത്തു. അല്ലെങ്കിൽ അത് അവളുടെ കുഞ്ഞ് തന്നെ ആണോന്നും അറിയത്തില്ല. അവര് പറയുന്ന ആ സ്ത്രീ പറഞ്ഞു വെച്ച് അവളൊരു ചീത്ത സ്ത്രീയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അവളുടെ കൂടെയുള്ള കുഞ്ഞ് ആരുടെയാന്ന് പോലും അറിയത്തില്ല. അങ്ങനെയാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ഗൗതത്തിന് ദേഷ്യം വന്നു. ഗൗതം പിന്നീട് എന്ത് ചെയ്യാണ്, നന്ദയെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. നന്ദയെ ചെന്ന് കണ്ടിട്ട് നന്ദയെ വെല്ലുവിളിക്കുന്നുണ്ട്. നീ ഇത്തരക്കാരിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കുഞ്ഞിനെ നീ കൊണ്ടേ കൊന്നു കളഞ്ഞു. നിനക്കും നിർമ്മലും ജീവിക്കാൻ വേണ്ടിട്ടല്ലായിരുന്നോ നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ? എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ നന്ദയ്ക്ക് സഹിക്കുവോ? ഇത്രയും കാലമായിട്ട് വേറെ ഒരുത്തന്റെ കൂടെ പോയിട്ടില്ല. സ്വന്തം ഭർത്താവിന്, അതായത് തന്റെ കഴുത്തിൽ താലി ആർത്തിയ ഭർത്താവ് മാത്രം തന്റെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് വിശ്വസിച്ച് കഴിയുന്നവളാണ് നന്ദ. ആ താലിയാണ് ഇപ്പോഴും കഴുത്തിലിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അയാൾ വന്നിട്ട് താൻ മറ്റൊരുത്തന്റെ ഒപ്പമാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ വെപ്പട്ടി എന്നൊക്കെ പറഞ്ഞ് മോശമായ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത്. അത് കേട്ടത് നന്ദയ്ക്ക് സഹിച്ചില്ല. നന്ദ കോളറിന് അവിടെ കുത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ ഇനി ഇത്തരം ഭാഷകൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യം ഭർത്താവ് ഒന്ന് നോക്കില്ല, നിങ്ങളുടെ കർണം അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഇതിൽ പലരും അടി കിട്ടാനില്ല. ഗൗതത്തിന്റെ കർണത്തിന്റെ നാളം കൊടുത്താലും ഗൗതത്തിന് ഇത്രയും വരാനില്ലായിരുന്നു. നന്ദ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞപ്പോഴാണ് നന്ദ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം പിങ്കിയോടൊപ്പം ഉള്ള ഗൗതത്തിന്റെ ആ പെർഫോമൻസ് ഒക്കെ നന്ദ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്ദയുടെ മനസ്സിൽ കിടക്കുമല്ലേ. എന്നിട്ട് പിന്നെ നന്ദയുടെ ഭരിക്കാൻ ചെന്നാൽ പിന്നെ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പിന്നീട് അതിന്റെ ദേഷ്യമായിപ്പോയി ഗൗതത്തിന്. നന്ദയോട് ഭയങ്കര ദേഷ്യമായിപ്പോയി. പിന്നീട് പിങ്കിയോട് വന്നിട്ട് പറഞ്ഞു, ഇനി അവനെ അങ്ങോട്ടേക്ക് വരണ്ട, അവളുടെ ഒരു സഹായം നമുക്ക് വേണ്ട, നമ്മുടെ കുഞ്ഞിനെ അവളെ നോക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ അവൾ നോക്കൊന്നും വേണ്ടെന്ന് പറയാണ്. നന്ദൂട്ടിന് ഭയങ്കര വിഷമായി. പിന്നീട് നന്ദൂട്ടിന് കുറച്ചൊക്കെ കാല് ഭേദമായിട്ടുണ്ടായിരുന്നു. നന്ദൂട്ടൻ തന്നെ ആഗ്രഹം പറഞ്ഞു, തനിക്ക് ഓടണം, തനിക്ക് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പിങ്കി ആണെങ്കിലും ഗൗതമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മോനെ റേസിംഗിൽ പങ്കെടുപ്പിക്കാന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ട് അവനുള്ള ഷൂസും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന്റെ കാലിൽ അപ്പോഴും ബ്രേസേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കാല് കുത്തി ഓടാറൊന്നും ആയിട്ടില്ല. പക്ഷെ അവന്റെ ആഗ്രഹം അതല്ലേ, ഇനിയിപ്പോ അവന്റെ ആഗ്രഹത്തിന് വിഘ്നം വരുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവന് ഭയങ്കര സന്തോഷമായി. ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് അവൻ എന്ത് ചെയ്യുവാണ്, നന്ദേനെ വിളിക്കുന്നുണ്ട്. നന്ദേനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്കൊരു ഞെട്ടലുണ്ടായത്. കാരണം അവൻ അത്രയ്ക്ക് ആയിട്ടില്ല, ഓടാറൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ അതിനൊക്കെ പറ്റുള്ളൂ. പക്ഷേങ്കില് നന്ദൂട്ടൻ പറഞ്ഞല്ലേ, അവന്റെ ആഗ്രഹമല്ലേ, ഇനിയിപ്പോ താൻ എതിർത്തിട്ടും കാര്യമൊന്നുമില്ല. അവന്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ച സ്ഥിതിക്ക് തനിക്കൊന്നും പറയാനും പറ്റില്ല. പിന്നീട് നന്ദൂട്ടനോട് സൂക്ഷിക്കണം മോനെ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നന്ദൂട്ടൻ അങ്ങനെ റേസിംഗിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. പതുക്കെയൊക്കെ ഓടിത്തുടങ്ങി. പിങ്കിക്കും ഗൗതത്തിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് ചിന്ത അവിടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനു മുമ്പ് നന്ദൂട്ടൻ ആ അപകടം സംഭവിക്കുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് നന്ദൂട്ടൻ കാല് തെറ്റി വീഴുവാണ്. കാല് തെറ്റി വീണിട്ട് നന്ദൂട്ടന് പരിക്ക് പറ്റുന്നുണ്ട്. മുമ്പത്തെ പിന്നത്തെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ത്യവരത്തിൽ എല്ലാവരും കിടന്ന് നെട്ടോട്ടം ഓടുവാണ്. നന്ദൂട്ടന്റെ കാലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പം ഇവനെ അങ്ങനെ രക്ഷിക്കാനായിട്ട് പറ്റില്ല, ഇവന്റെ കാല് മുമ്പത്തേനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നന്ദൂട്ടനാണെങ്കിൽ വേറെ ആരെ അടുപ്പിക്കുന്നുമില്ല. അവസാനം ഗൗതത്തിനും പിങ്കിക്കും നന്ദയുടെ കാല് പിടിക്കേണ്ടതായിട്ട് വരുവാണ്. പക്ഷേങ്കില് നന്ദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നന്ദുവിന്റെ കാര്യത്തില്. പക്ഷെ നന്ദയാണെങ്കിൽ പറഞ്ഞു ഇനി വരില്ല, കാരണം നന്ദയെ അത്രമാത്രം അപമാനിച്ചു. ഇനിയിപ്പം നീ എന്റെ മോന്റെ കാര്യം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമൊക്കെ അപമാനിച്ചാണ്. പിന്നെ നന്ദയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? നന്ദ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയണം. അവസാനം പിങ്കി പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പിങ്കി അവസാനം ആ കാര്യങ്ങൾ പറയാണ്. ഞാനും ഗൗതം ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരല്ല കഴിയണം, ഞങ്ങള് വെറുതെ നന്ദുവിന് മാത്രം കല്യാണം കഴിച്ചാണ്, ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നൊരു സത്യം നന്ദയോട് തുറന്നു പറയാണ്. അത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം പിങ്കിക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവസാനം നന്ദ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. പിന്നീട് നന്ദുവിന്റെ കാല് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഗൗരീനെ ഉപദ്രവിക്കാനായിട്ട് മഞ്ജുള അയച്ച ഗുണ്ടകൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഗൗരീനെ ഗൗതം പോയി രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം വന്നു കഴിയുമ്പോൾ ഇനിയിപ്പം തന്റെ മോളാണ് ഗൗരി എന്നുള്ള സത്യം ഗൗതം തിരിച്ചറിയുമെന്ന് അറിയത്തില്ല. അതിനിപ്പോ അധിക ദിവസങ്ങളൊന്നും കാണത്തില്ല. അധികം വൈകാതെ തന്നെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.